പുലിപ്പല്ല് കൈവശം വെച്ച കേസിൽ റാപ്പ് ഗായകൻ വേടനെതിരെ കൂടുതൽ അന്വേഷണത്തിന് ഒരുങ്ങുകയാണ് വനം വകുപ്പ്. വേടന് പുലിപ്പല്ല് സമ്മാനിച്ച ഈ രഞ്ജിത്ത് കുമ്പിടി എന്ന ആളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. പുലിപ്പല്ല് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചു. കഴിഞ്ഞ ദിവസമാണ് പെരുമ്പാവൂർ കോടതി വേടന് ജാമ്യം അനുവദിച്ചത്. ഡാനി പോൾ വിവരങ്ങളുമായി. ഡാനി, ഇത് സമ്മാനിച്ച ആളെ കണ്ടെത്തിക്കഴിഞ്ഞാൽ വേടനെതിരെയുള്ള കുറ്റത്തിലും ഒരു ഇളവുണ്ട്. മൃഗവേട്ട അതിൽ നിന്ന് ഒഴിവാവും. സ്വാഭാവികമായി കൈവശം വെച്ച ചെറിയൊരു കുറ്റം മാത്രമായി മാറുകയും ചെയ്യും. അത് അറിവില്ലായിരുന്നു എന്നത് ഒരുപക്ഷെ കോടതി അംഗീകരിക്കാനും ഇടയുണ്ട്. അപ്പോൾ ഇയാളെ കണ്ടെത്തുന്നത് എത്രത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്? ശ്രീജ, ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും അത് തന്നെയാണ്. കാരണം നിലവിൽ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ കേസ് സംബന്ധിയായ കാര്യങ്ങളിൽ രഞ്ജിത്ത് കുമ്പിടി എന്നൊരു പേര് മാത്രമേ ഇപ്പോൾ തങ്ങൾക്ക് മുന്നിലുള്ളൂ എന്ന് ഇവർ പറയുന്നുണ്ട്. ഇയാളെക്കുറിച്ച് കൂടുതലായി വേടനും അറിയില്ല. അദ്ദേഹം പറയുന്നുണ്ട്, കാരണം ഇതെനിക്ക് സമ്മാനിച്ചതാണ്, അദ്ദേഹത്തെ പരിചയമുള്ളത് ഈ സമൂഹ മാധ്യമങ്ങൾ വഴിയാണ് അദ്ദേഹത്തെ പരിചയമുള്ളതെന്ന് പറഞ്ഞു. മറ്റു വിവരങ്ങളൊന്നും അറിയില്ല. ഇൻസ്റ്റാഗ്രാം അടക്കമുള്ള ചാറ്റുകൾ പരിശോധിക്കുമ്പോൾ അത് വേടൻ പറഞ്ഞത് ഏതാണ് ശരി തന്നെയാണ്. കാരണം തുടക്കം മുതൽ തന്നെ അന്വേഷണത്തോട് വളരെ കൃത്യമായി സഹകരിക്കുകയും കൃത്യമായ ഉത്തരങ്ങൾ പറയുന്ന ഒരാളുമാണ് ഈ വേടൻ എന്ന് പറഞ്ഞ പോലീസും അതോടൊപ്പം തന്നെ വനം വകുപ്പും ആ കേസുകളിൽ പറഞ്ഞിട്ടുണ്ട്. വളരെ കൃത്യമായിട്ട് അദ്ദേഹം മറുപടി നൽകിയിട്ടുണ്ട്. ഇദ്ദേഹത്തെക്കുറിച്ച് മറ്റു വിവരങ്ങളൊന്നും തനിക്ക് അറിയില്ല എന്നാണ്. പോലീസിൻ്റെ മുന്നിലും ഈ പേരും അദ്ദേഹത്തിൻ്റെ ആ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്യാനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മറ്റൊന്ന്, ഇത് തമിഴ്നാട്ടിൽ വെച്ച് ഒരു പരിപാടിക്കിടെയാണ് ഇത് നൽകിയതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ പരിപാടിയുടെ സംഘാടകരെയും കണ്ടെത്താൻ വനം വകുപ്പ് ശ്രമിക്കുന്നുണ്ട്. കാരണം അവരുമായി ബന്ധപ്പെട്ട ഇദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയുമോ എന്ന കാര്യങ്ങളെല്ലാം. കാരണം ഈ പുലിപ്പല്ല് കേസ് അത് ഗൗരവതരമായ ഒരു കാര്യമായതിനാൽ തന്നെയാണ് ഈ രീതിയിലുള്ളൊരു പ്രൊസീജിയറുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇതിൽ ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് പുലിപ്പല്ല് അയക്കണം. കാരണം അതിൻ്റെ വിശദാംശങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ വരുന്നുണ്ട്. എങ്കിലും അതിൻ്റെ ഒരു ആദ്യ പരിശോധനാ ഫലം എന്നെല്ലാം തന്നെ പറയുന്നത് അത് യഥാർത്ഥമാണ് എന്ന് തന്നെയാണ്. എങ്കിലും കേസിൻ്റെ കാര്യമാകുമ്പോൾ അത്തരം കാര്യങ്ങളുടെ പരിശോധനാ ഫലവും കാര്യങ്ങളും എല്ലാം തന്നെ വേണം. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ വനം വകുപ്പ് കൂടുതൽ അന്വേഷണം നടത്തുന്നു എന്നതാണ്. കാരണം ഇത് വലിയ കേസായിട്ട് തന്നെ തുടക്കത്തിൽ തന്നെ പരിഗണിച്ചുകൊണ്ട് അതിൽ ഒരു കാര്യവും കൂടി വന്നിരിക്കുന്നത്, ഇന്നലെ വനം മന്ത്രി ഇതിൽ ഒരു അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. കാരണം ഈ കേസ് വല്ലാതെ പർവ്വതീകരിച്ചു എന്ന രീതിയിലുള്ളൊരു പരാമർശം, ആ രീതിയിലൊരു ആശയമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. റേഞ്ച് ഓഫീസറോട്, കോർഡിനേറ്റർ റേഞ്ച് ഓഫീസറോട് വിശദീകരണം ചോദിക്കുകയും ചെയ്തു. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണങ്ങളെല്ലാം തന്നെ വലിയ രീതിയിലുള്ളതായിരുന്നു, ഈ കേസിന് വലിയ മാനങ്ങൾ നൽകുന്ന രീതിയിലുള്ളതായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ വനം വകുപ്പ് നൽകുന്നൊരു വിശദീകരണം കൃത്യമായ മാനദണ്ഡങ്ങൾ പ്രകാരം ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട്, നിയമങ്ങൾ പാലിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണവും നടപടിക്രമങ്ങളും മാത്രമേ ഇക്കാര്യത്തിൽ തങ്ങൾ നടത്തിയിട്ടുള്ളൂ എന്ന രീതിയിലുള്ള ഒരു വിശദീകരണം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ പുലിപ്പല്ല് സംബന്ധിച്ച് അത് ആര് കൈമാറി എന്നത് സംബന്ധിയായ കാര്യങ്ങളിലൊക്കെ അന്വേഷണം നടത്തുന്നത്. നിലവിൽ റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് പോലെ വനം വകുപ്പിന് മുന്നിലുള്ളത് ഈ പേര് മാത്രമാണ്, രഞ്ജിത്ത് കുമ്പിടി എന്നൊരു പേര് മാത്രമാണ്, അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമ അക്കൗണ്ട് മാത്രമാണ്. അതിലൂടെ കോൺടാക്ട് ചെയ്യാൻ കഴിയുമോ എന്നതെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഒരു ശ്രീലങ്കൻ വംശജനാണ്, പിന്നീട് UK പോയിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം അത് സാധ്യമാകും എന്ന കാര്യമാണ് ഇനിയുള്ളത്. ഒരു ആരാധകൻ ഇഷ്ടം കൊണ്ട് സമ്മാനിച്ച കാര്യങ്ങളിലാണ് ഇത്രയും കാര്യങ്ങൾ നടന്നിരിക്കുന്നതെന്നാണ് ഇന്നലെ ഈ വേടനെ ജാമ്യം അനുവദിക്കുമ്പോൾ വേടന് വേണ്ടി ഹാജരായ അഭിഭാഷകനടക്കം വാദിച്ചത്. ഇക്കാര്യത്തിൽ താൻ വളരെ നിരപരാധിയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ശ്രീജ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇത് ആ രീതിയിൽ തന്നെയുള്ളതാണെങ്കിൽ ഇത് സമ്മാനിച്ചതാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ നേരത്തെ ചുമത്തിയ മൃഗവേട്ട അടക്കമുള്ള കുറ്റകൃത്യങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെങ്കിൽ ഇത്തരം കാര്യങ്ങളൊരു സ്ഥിരീകരണം വേണം. അങ്ങനെ ഒരു സമ്മാനമായി ലഭിച്ചതാണ് എന്നൊരു സ്ഥിരീകരണത്തിനും കാര്യങ്ങൾക്കും വേണ്ടി തന്നെയാണ് ഈ രീതിയിലുള്ളൊരു തുടർ നടപടികളുമായിട്ട് വനം വകുപ്പ് മുന്നോട്ട് പോവുകയും ചെയ്യുന്നതാണ്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.